ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും, എല്ലാ കൂട്ടുകാരോടും അല്ലെങ്കിൽ എല്ലാ ചേച്ചിമാരോടും അമ്മമാരോടും ഒക്കെ അവൻ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പറ്റിയ സമയം ഇപ്പം ഇല്ല. രാവിലെ അങ്ങനെ കാണുന്നില്ലല്ലോ. ഇന്നെന്നാലും ഞാനിത്തിരി അവൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ പല്ല് തേപ്പും തലമുടിക്കെട്ടലും ഡ്രസ്സറിലും ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തി. അപ്പോൾ ചായക്കുള്ള വെള്ളം ഞാൻ വരുമ്പോഴേക്ക് ചേട്ടൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം രണ്ട് മുട്ട എല്ലാവരും 3-4 മുട്ട എടുത്ത് കണ്ടിട്ട് പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇത്തിരി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചോടെ മാറ്റി വെച്ചു. പിന്നെ മുട്ടക്കറിയിലേക്കുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡിയാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ എനിക്ക് അതിനിടയ്ക്ക് ചായ റെഡിയാക്കി തരുന്നുണ്ട്. ഞാൻ അത് കുടിക്കാനായിട്ട് നിന്നും. ചായ റെഡിയാക്കുന്ന നേരം കൊണ്ടെനിക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാമല്ലോ. തലേദിവസം വലിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ സവോളയൊക്കെ അരിഞ്ഞ് വേഗം തന്നെ അടുപ്പത്തേക്ക് ഇട്ടു. സവോള ഇട്ടിട്ട് ഇഞ്ചി അരച്ചതും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് തന്നെ മുട്ടക്കറി തന്നെ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ വെക്കണമെങ്കിൽ അവർ ചെയ്യുക എന്താ വെച്ചാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വഴറ്റും. പിന്നെ ബീഫ് മസാല ചേർക്കും. പിന്നെ അവർ ചെയ്യണതെന്ന് വെച്ചാൽ ഈ നമ്മൾ നാളികേര പാൽ ഒഴിക്കില്ലേ, അവർ മിൽമ പാൽ ഒഴിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഹോട്ടലുകാരൊക്കെ 1-2 പേരെ പരിചയമുള്ളവർ പറഞ്ഞതാണ്. അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കൂടിയും കുടിക്കുന്നുണ്ട്. അപ്പോൾ തംബ്നെയിലിന് വേണ്ടി നമുക്ക് ഫോട്ടോ വേണ്ടേ. അപ്പോൾ പല പോസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഏത് പോസ് ഇട്ടാലാണ് നല്ല ഫോട്ടോ ആവുക എന്നൊക്കെ ഉള്ള രീതിയിൽ കാട്ടിക്കൂട്ടണതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തംബ്നെയിലിനുള്ള ഫോട്ടോ എടുക്കുന്നത്. തംബ്നെയിലിനുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ആദ്യത്തിന് ശ്രീകുട്ടൻ ആ നേരത്ത് വന്നാലാണ് ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ. വന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഐഡിയകൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചായ കുറച്ച് കുടിച്ച് അവിടെ വെച്ച് ബാക്കി എൻ്റെ പണികൾ ഞാൻ തുടർന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. ചായ കുടിച്ച് നിന്നാലും അവിടെ പോയി ഇന്നാലൊക്കെ എൻ്റെ സമയം പോയി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ചായ കുടിച്ച് അഭിനയവും കാട്ടിക്കൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സവോള അടുക്കി പിടിച്ചെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അത് വേഗം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പൂരിക്കൊന്ന് കുഴച്ച് വെക്കണം. പിന്നെ ചോറ് ഒന്ന് തലേദിവസം ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ ചൂടാക്കുക. ഇത്ര ചോറുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പൂരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറ് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ രണ്ടാമത് വെക്കാനായിട്ട് നിന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല വേവുള്ള ചോറാണ് കേട്ടോ. പിന്നെ അതൊക്കെ നന്നായിട്ട് വന്നപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ ഇത്തിരി തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് മൂടി അങ്ങോട്ട് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് ഉടഞ്ഞ് ഒരു പരുവാവണ വരെ അവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. പൂരി ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വയ്ക്കാനായിട്ടാ. അടുത്ത ട്രിപ്പ് ചോറ് വയ്ക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരോട് പറയട്ടെ, ഗ്യാസ് കഴിഞ്ഞ കാരണം കൊണ്ടാണ് കുറേ നാളായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നങ്ങനെ ഗ്യാസ് കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുക തന്നെ ചെയ്യും. പിന്നെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യലും അഡ്ജസ്റ്റ് ചെയ്യലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാത്തിനും വാശി പിടിച്ചാൽ പറ്റില്ലല്ലോ. ഞാൻ അത് വിചാരിച്ചിട്ട് വാശി പിടിക്കാത്ത ഒരാളാണെന്നൊന്നും കൂട്ടുകാർ വിചാരിക്കുന്ന കേട്ടോ. പല കാര്യങ്ങൾക്കും വാശി പിടിക്കാറുണ്ട്. അത് കൂടുതലും എൻ്റെ ആവശ്യങ്ങൾക്കാവില്ല, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാശി പിടിക്കാറ്. അല്ലാണ്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചേട്ടനോട് വാശി പിടിക്കൽ ഇല്ല കേട്ടോ. അത്രയും ഗതികിടുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനൊക്കെ എന്നാലും അങ്ങനെ വാശി പിടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ വാശി പിടിക്കും. എന്താ വെച്ചാൽ അതെനിക്ക് മാത്രം കഴിക്കാനല്ലോ, അവർക്കൊക്കെ കൂടി കഴിക്കാനല്ലേ. അങ്ങനെ പൂരി കുഴച്ച് വെച്ച് അതവിടെ മൂടി വെച്ചു. അപ്പോഴേക്കും മുട്ടക്കറിയുടെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ലൊരു പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞോടെ മുട്ട തോല് പൊളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളികേരം ചെരുകി അതൊന്ന് അടിച്ച് തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ പിന്നെ അതെനിക്ക് ഒഴിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് ഇനി വേണ്ടത് എന്താ പറയുക, കുറച്ച് ചോറുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു മെഴുക്ക് പറ്റി കായ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് അരിയാന്ന് വെച്ചു. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മുട്ടക്കറിയിൽ ഗ്രേവി അവിടെ കിടന്ന് തിളയ്ക്കില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്കവിടെ കളയണ്ട. അപ്പോൾ അങ്ങനെ വേഗം ഇത് 2-3 ദിവസമായില്ലേ ഞാൻ കായ മെഴുക്ക് പറ്റി കാണിക്കുന്നത്. ഈ കായ മെഴുക്ക് പറ്റി ചെയ്യണ ദിവസങ്ങളിലൊക്കെ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ അത് വേഗം ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും ചേട്ടൻ മുട്ട പൊളിച്ച് തരുന്നുണ്ട്. ഞാനിത് അരിയല്ലേ, അപ്പോൾ പിന്നെ മുട്ട ക്ലീനാക്കാൻ പറ്റണില്ല. അപ്പോൾ അത് ആൾ ചെയ്തു തന്നു. പിന്നെ വേഗം മുട്ട മുറിച്ചിങ്ങോട്ട് നമ്മുടെ മുട്ടക്കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് മുട്ടക്കറിയിലേക്ക് മുട്ട പൊളിച്ച് അത് നന്നായിട്ട് തിളച്ചാലാണ് കറിക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. മുഴുവനോടുള്ള മുട്ട ഇട്ടാലൊന്നും കറിക്കൊരു ടേസ്റ്റും തോന്നാറില്ല കേട്ടോ.
അങ്ങനെ അത് മൂടി വെച്ചു. അത് കഴിഞ്ഞ് കായ ഇതാപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അത് കുക്കറിലേക്കിട്ട് ഇത്തിരി ഉപ്പും വെള്ളം ഒഴിച്ച് കണ്ട് അടിക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ. മുറ്റത്തേക്ക് പോകാനായിട്ട് നിന്നില്ല. എന്നുവെച്ചാൽ ഈച്ച വാതിൽ തുറക്കുമ്പോൾ അപ്പം തന്നെ ഈച്ച അകത്തേക്ക് കയറുക. അത് കാരണം വാതിൽ തുറക്കൽ ഭയങ്കര കുറവാണ്. വാതിൽ തുറന്നാലും അപ്പം തന്നെ അടച്ചിടാണ് കേട്ടോ. അപ്പോൾ അത് അടിയിലൊരു പാത്രം വെച്ച് അരിപ്പ് വെച്ച് അതങ്ങോട്ട് ഊറ്റിയെടുത്തു. അപ്പോൾ പിന്നെ ഇനി അവിടെ ഇരുന്ന് അത് വെള്ളം വന്നോളും. 1-2 പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ. കൂടുതലും ഇന്നൊക്കെ അപ്പോൾ തന്നെ പാത്രങ്ങൾ ഏറെക്കുറെയൊക്കെ കഴുകി വെച്ചു. 1-2 പാത്രങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കായ വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകും മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കായേനെ അതിലേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടാ. കുത്തുമുളക് ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇന്ന് പക്ഷേ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെതാ ചേട്ടൻ എന്തിട്ടേക്ക് ചെയ്തു തരുന്നത് മറന്നല്ല. എന്താണെന്നറിയോ, വൈകുന്നേരം ചക്കട ഉണ്ടാക്കണം. അപ്പോൾ ചക്കടയ്ക്കുള്ള നാളികേരം കൊത്തി വെച്ച് തരാൻ പറഞ്ഞു. അപ്പോഴേക്ക് വൈകുന്നേരം വന്ന് അപ്പം തന്നെ അവിടെ ഇരുന്ന് അരിയാലോ. കുറച്ച് നേരം ഞാനിന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ ആ സമയത്ത് അരിയാ എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ കേട്ടോ. അങ്ങനെ പൂരി ഉണ്ടാക്കൽ തുടങ്ങി. അപ്പോൾ ഇൻഡക്ഷനിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. എന്നാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട്. ഈ ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീഡിയോ ഇടണ്ടേ. അങ്ങനെ അപ്പോൾ അതാ ചേട്ടന് രാവിലെ ചോറാണെങ്കിൽ ഇറങ്ങില്ല കേട്ടോ, കഴിക്കേ ഇല്ല. കറി മാത്രം കൂട്ടി പോവും. വിശക്കണില്ല, തീരെ പറ്റണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളാണ്. പലഹാരം കണ്ടപ്പോൾ നല്ലോണം അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 2-3 എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ളത് ആൾ തന്നെ പകർത്തി കൊണ്ടുപോയി. ചേട്ടനും ശ്രീകുട്ടനൊക്കെ പൂരിയാണ് കൊണ്ടുപോയത് കേട്ടോ. എനിക്ക് പിന്നെ ഇത്തിരി ചോറൊക്കെ വേണം കഴിക്കാനായിട്ട്. ഞാൻ കാലത്ത് പൂരി കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയി. അതിനിടയ്ക്ക് നമ്മുടെ ചപ്പാത്തി പ്രസ്സിലാണ് പൂരി ഉണ്ടാക്കുന്നത്. നല്ല ഈസിയല്ലേ ചപ്പാത്തി പ്രസ്സിലാകുമ്പോൾ. നമുക്കത് ഉരുളുരുട്ടി അപ്പം തന്നെ ഒരു അമർത്തി അതിലേക്കിടുക. ആ ഒരു കറക്റ്റ് സമയമായിരിക്കും. അത് പൊളിച്ച് വരുമ്പോഴേക്കും അടുത്തത് ഉരുട്ടി ഒന്ന് പരത്തി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കൽ കഴിയും. കുറച്ച് നേരം അടുക്കളയിൽ നിൽക്കേണ്ടിയൊക്കെ വരും, അത് വേറെ കാര്യം. അപ്പോൾ ഓയിലാണ് പൂരി ഉണ്ടാക്കിയത്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ പൂരിയുടെ അഭിപ്രായം, മുട്ടക്കറിയുടെ അഭിപ്രായമൊക്കെയാണ് ചേട്ടൻ അവിടെ നിന്ന് പറയണത്. ഞാൻ എന്നൊക്കെ ചോദിക്കുന്നതും അതാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ അതൊക്കെ കഴിക്കലും കഴിഞ്ഞ് അതൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ ജോലിക്ക് പോയി. ജോലിക്ക് പോകണമെന്നൊന്നും പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഈ അടുക്കളയിൽ നിൽക്കുന്ന നേരത്ത്. അങ്ങനെ അത് റെഡിയാക്കി. പിന്നെ എനിക്കിന്നൊരു കുറി വയ്ക്കാനായിട്ട് പോകേണ്ടതുണ്ട്. അത് കാരണം ഞാൻ ഇത്തിരി നേരം വൈകിട്ടാണ് ജോലിക്ക് പോയത്. അപ്പോൾ അത് കാരണം ശ്രീകുട്ടൻ്റെ കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ കുറി വയ്ക്കലൊക്കെ KSF-ലാണ്. കുറി വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോയി കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം നേരം വൈകിട്ടുണ്ട്. ഞാൻ നേരം വൈകുന്ന അങ്ങനെ വോയിസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം എത്താൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ വിട്ടു. പിന്നെ ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയണ ജോലി സ്ഥലത്ത് ഒരു ചേച്ചിയോട് ഇത്തിരി ചക്ക കൊണ്ടുവരാൻ പറഞ്ഞ് ചക്കട ചുടാനുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ ചക്ക അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, വെള്ളാരം ചക്ക പോലത്തെ ചക്കയായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ എനിക്ക് തോന്നി കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, ജോലി കഴിഞ്ഞ് വന്നതല്ലേ. അപ്പം ഞാൻ രാവിലെ ചേട്ടൻ നാളികേരം കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ അതിന് തമ്മിലുള്ള ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ചിരിച്ചു കാണിച്ചും പല പോസുകളിലൊക്കെ അതിനിടയ്ക്ക് ഇരിക്കലൊക്കെ ഉണ്ട്. ആദ്യത്തേനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ചിരിക്കുന്നുമുണ്ട്. ഞാനങ്ങനെ അതൊക്കെ അരിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ആ ഫാൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ജോലി ചെയ്യാൻ നല്ല എനർജി വരും. പിന്നെ ആ ക്ഷീണത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളർന്നു പോകും. പിന്നെ ജോലികളൊന്നും മുഴുവിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. ഇന്നത്തെ റെസ്റ്റ് ഈ ഒരു രീതിയിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ആദ്യത്തിന് വർത്താനൊക്കെ പറഞ്ഞ് ഫാനൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് അടുക്കളയിൽ പോയി. അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കും. അവറ്റങ്ങളും മിണ്ടാപ്രാണികളല്ലേ, നമ്മൾ വരണതും കാത്തിരിക്കല്ലേ. അത് വിചാരിച്ചിട്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരിക്കലാണ് പതിവ്. ഇന്ന് പക്ഷേ ഇങ്ങനെ പിന്നെ നാളികേരക്കൊത്തൊന്ന് വറുത്തെടുക്കണം. 1 ടീസ്പൂൺ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നോക്കിയപ്പോൾ നെയ്യുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നമുക്ക് നെയ്യിലെ കുത്തൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതലൊക്കെ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്രയ്ക്കൊന്നും ആവശ്യമില്ല. ഈ നാളികേരം വറുത്തെടുക്കേണ്ട ഒരാവശ്യം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊത്തി വെച്ച നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെയായി കേട്ടോ. വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. വേഗം തന്നെ വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടില്ല, എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഓരോ സാധനങ്ങൾ പിന്നെ എള്ളൊക്കെ ഇടണവരുണ്ട്, നാളികേരം ചെരുകി ചേർക്കണവരുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഞാൻ കൊത്തി ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പത്തിലൊക്കെ അടിക്കണ മാതിരി കടിക്കാനായിട്ട്. പിന്നെ ഒരു പാത്രം വെച്ച് ബെല്ലം ഉരുക്കാനായിട്ട് അത് വെച്ചിട്ടുണ്ട്.
അതവിടെ കിടന്ന് മെൽറ്റാകുമ്പോഴേക്കും നമുക്ക് ഈ ചക്കേനൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വേവിച്ചിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം, പക്ഷേ അരച്ച് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അത് കാരണം കൊണ്ട് 2 ബാച്ചായിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ബാച്ചും അടിച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ ബാച്ചും അടിച്ചു കേട്ടോ. ചക്കയ്ക്ക് മധുരം കുറവായ കാരണം ശർക്കര നന്നായിട്ട് എടുക്കേണ്ടി വന്നു. പക്ഷെ ശർക്കര നന്നായിട്ട് എടുത്തപ്പോൾ നല്ല മധുരവും കൂടിയിട്ടാണ്. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് ഏലക്കായും കുറച്ച് ജീരകം ഒരിത്തിരി ചുക്കുപൊടിയും ഒക്കെ ചേർത്തു കേട്ടോ. ചുക്കുപൊടിയൊക്കെ ഇതിൽ ചേർക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഒരു നുള്ള് ചുക്കുപൊടിയും കൂടി ചേർത്ത് അതും കൂടി നമ്മുടെ ഇതിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തു, എല്ലാതും കൂടി ഒന്ന് പൊടിച്ച് റെഡിയാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇനി ഇതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുകി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് അരിച്ചെടുത്തു കേട്ടോ. ഇനി എങ്ങാനും വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നല്ല ടേസ്റ്റിൽ കഴിക്കുമ്പോൾ കല്ല് കടിച്ച വല്ല കാര്യമുണ്ടോ. അപ്പോൾ അത് കാരണം അതൊന്ന് അരിച്ചൊഴിച്ചു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ചക്ക ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ മാത്രം ചെയ്ത് നമുക്ക് ചക്ക വരട്ടിയൊക്കെ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ചക്കടി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് പൊടിച്ച് വെച്ച സ്പൈസസ് അതെല്ലാം കൂടി ചേർത്തു. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ നാളികേരക്കൊത്ത് വറുത്തെടുത്തതും അതും കൂടി ചേർത്തു. പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല, അത് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ആവും. ചക്കടി ഉണ്ടാക്കാൻ ഞാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മിക്ക ആൾക്കാർക്ക് അറിയുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഏകദേശം ഒരു 1/2 കിലോ പൊടി ഇടേണ്ടി വന്നു. അപ്പോഴാണ് കറക്റ്റൊരു തിക്നെസ്സായിട്ട് എനിക്ക് കിട്ടിയത്. കറുകപ്പട്ടയുടെ ഇലയുണ്ടെങ്കിൽ അതാവും കുറച്ചും കൂടെ നല്ലത്. ആന്തപുരത്തുണ്ട്, പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടായി കഴിഞ്ഞ് കുറേശ്ശെ പൊടിയിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയെടുത്തു കേട്ടോ. നല്ല അത്യാവശ്യം ഒരു കട്ടയാക്കി മാറ്റി വെച്ചു. ഈ ഒരു പരുവത്തിൽ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇലയൊന്നും മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയിട്ട് ഒരു വാഴയില അങ്ങനെ തന്നെ അങ്ങോട്ട് വെട്ടി പിന്നെ അത് കീറി റെഡിയാക്കിയിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കറുകപ്പട്ടയുടെ ഇല വീട്ടിലുണ്ടെങ്കിൽ അതിലിങ്ങനെ കുമ്പിളി കുത്ത് കോരി നിറച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ കയറ്റിയാൽ മതിയാവും. ഇത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനില്ല കേട്ടോ. വാഴയില തന്നെ കിട്ടാനുള്ളൂ. നമ്മുടെ വെട്ടുകാർക്കായപ്പോൾ വാഴയിലെങ്കിലും കിട്ടാണ്ട്. തൃശ്ശൂരായിരുന്നപ്പോൾ അതും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് കവറിലൊക്കെ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനും ചേച്ചിയും. അന്ന് അത്ര വിവരമൊന്നുമില്ല, ഈ പ്ലാസ്റ്റിക് കവറിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതൊരു ബോധമൊന്നും അന്നൊന്നും ഇല്ല. പ്ലാസ്റ്റിക് കവറൊക്കെ മുറിച്ച് അതിൽ എത്ര അടയുണ്ടാക്കി കഴിച്ചേക്കണമെന്നറിയോ തൃശ്ശൂർ തറവാട്ടിലായിരിക്കുമ്പോൾ. എന്തായാലും ഓരോരോ കാലത്ത് ഓരോരോ മണ്ടത്തരങ്ങൾ, അല്ലാണ്ട് എന്താ പറയുക. പിന്നെ ഇതാ ഓരോ കയ്യിൽ കോരി വെച്ച് കൈമിത്തിരി നെയ്ത് തടവി ഇതേപോലെ 3ആയിട്ട് മടക്കിയിട്ടാണ്. ഒറ്റ മടക്കിയിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് ഇങ്ങനെ ഊർന്നു പോയിട്ട് ഒരു ഭാഗം ഭയങ്കര കനാവും. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് എല്ലാതും വെച്ച് ആവി കയറ്റി എടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ആവി ആയിക്കോളും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. ലാസ്റ്റ് 1 രണ്ടാമതൊക്കെ വെക്കേണ്ടി വന്നു. പിന്നെ ചക്കക്കുരു എന്തായാലും ബാക്കിയുണ്ടല്ലോ. ചക്കക്കുരു കളയാൻ എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല, ചക്കക്കുരു ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ പോളൊക്കെ വേർതിരിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിങ്ങാണ്ട് ഞാൻ മുകളിൽ വെയിൽ കൊള്ളേണ്ട ഭാഗത്ത് കൊണ്ടിട്ടു കേട്ടോ. അപ്പോഴല്ലേ അത് ഉണങ്ങി നല്ല വഴുക്കളൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റ് ആവുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ എടുത്ത് നന്നാക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണ പരിപാടി വേണ്ട വെച്ച് ഉണക്കാനായിട്ട് കൊണ്ടിട്ടു കേട്ടോ മുകളിൽ. പിന്നെ അത്യാവശ്യം പാത്രങ്ങളുണ്ട്. ഈ നേരം വരെയും പണിയെടുത്തു എന്നുണ്ടെങ്കിലും പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി തേച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അട വെന്ത പോലെ തോന്നി. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ. ഞാൻ ഇത്രയും കളർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാവിന് അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും അപ്പോൾ സന്തോഷമായി കേട്ടോ. പിന്നെ അതാ വേസ്റ്റ് കളഞ്ഞ് അതൊന്ന് കഴുകി വെച്ചു. പിന്നെ എല്ലാ പാത്രങ്ങളും കഴുകി മുകളിൽ വെക്കേണ്ടത് മുകളിൽ വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ സ്റ്റോർ റൂമിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി കൈപ്പിടിച്ചിങ്ങോട്ട് കൊണ്ടുവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കള നമ്മുടെ ക്ലീനായി കേട്ടോ. അടുക്കള ക്ലീനായി അതിനൊപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചും കൂടി ഇട്ടു കേട്ടോ. അപ്പോഴല്ലേ പൂർണ്ണമുള്ള താഴത്തും ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടു. അല്ലെങ്കിൽ പിന്നെ ഈച്ച വാതിൽ തുറക്കാൻ കാത്തിരിക്കാം. നമ്മൾ ചക്കരയൊക്കെ അവിടെ ഇട്ടിട്ടാ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഈച്ച വരുന്നത്. ചിലയിടത്ത് ഭയങ്കര ഈച്ചയായിരിക്കും, ചിലയിടത്ത് 1-2 ഉണ്ട്, ചിലയിടത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ മുകളിലേക്ക് വന്നു. ചക്കടയൊക്കെ തീയൊക്കെ ഓഫ് ചെയ്തു. പിള്ളേർ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ ഉമ്മറത്ത് തുറന്നിട്ടു. മുകളിലത്തെയാണ് കേട്ടോ. മുകളിലത്തെ ഉമ്മറത്തെ വാതിലൊക്കെ തുറന്നിട്ടു. എന്നുവെച്ചാൽ എനിക്ക് നല്ല ഉഷ്ണിക്കുണ്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ എടുത്ത് അലമാരിയിൽ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയും അവസാനിച്ചു. പിന്നെ എന്താ ആദിത്യം വന്ന് ചക്കട കഴിക്കാനായിട്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത്തിരി മധുരം കൂടി പോയിട്ടാണ്. ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ട് മധുരം, എന്നാലും കുഴപ്പമില്ല.
അങ്ങനെ അത് തുറന്ന് ആദ്യത്തെ ഒരെണ്ണം കഴിച്ചു, പിന്നെ കുറച്ച് പൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് കുറേ നാളെ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ ആ ഒരു ചക്കടിയും 2 കാലത്തത്തെ പൂരി ബാക്കിയുണ്ടായിരുന്നു, മുട്ടക്കറിയും ബാക്കിയുണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിച്ച് അതൊക്കെ കൂടി കഴിക്കാൻ കേട്ടോ ആദിത്യൻ. അപ്പോൾ അവൻ വിശന്നിട്ടുണ്ട്. പിന്നെ ചേട്ടനും ശ്രീകുട്ടനും ഈ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ചെരുപ്പ് ആകെ മോശമായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയലുണ്ട്, പക്ഷേ ഇന്നാണ് എനിക്കത് കിട്ടിയത്. കണ്ടില്ലേ, ഞാൻ പറയില്ല, നല്ല കളറും നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ആയി. അങ്ങനെ ചക്കടയും ഒക്കെ എടുത്ത് അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അവർ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. നമ്മുടെ ആദ്യത്തിൻ്റെ കമ്പനികളാണ് കേൾക്കുന്നത്. കറുപ്പൊന്നുമില്ലേ? കറുപ്പാണല്ലേ.